വിശ്വാസമല്ലേ എല്ലാം എന്ന ഒരു പരസ്യവാചകമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ടൊന്ന് വരുന്നത്. നമ്മൾ ആശുപത്രിയിൽ പലപ്പോഴും ഏഹ്, അപൂർവമായിട്ട് കാണുന്ന ഒരു വിഭാഗം ഡോക്ടറാണ് അനസ്തീഷ്യ ഡോക്ടർ അല്ലേ? അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഏഹ്, ഒരു വ്യക്തി ഏഹ്, ബോധം ഇല്ലാതെ അനസ്തീഷ്യ ചെയ്ത് ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകുമ്പോൾ എല്ലാം സത്യത്തിലും ആ ഡോക്ടറെ വിശ്വസിച്ചല്ലേ ഏൽപ്പിക്കുന്നേ? അതെ, അല്ലേ? അതെ. നമുക്ക് ശ്വസിക്കുന്നില്ല. ഒരു വെന്റിലേറ്ററിലാണ്. ഓർമ്മയില്ല. ശരിക്കും മരിച്ച പോലെ തന്നെയാണ്. അല്ലേ? അതെ, മരിച്ച അതെ. മരണത്തിന് തുല്യമാണ്. അത് ശരിക്കും ആ ഡോക്ടറുടെ കയ്യിലാണ്. എല്ലാം ഏൽപ്പിച്ചിട്ടാണ്. അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അനസ്തീഷ്യ. ഇന്ന് നമുക്ക് ട്രാൻസ്പ്ലാന്റ് അനസ്തീഷ്യ കൺസൾട്ടന്റായ ഡോക്ടർ വിനീത്. ഈ ട്രാൻസ്പ്ലാന്റ് അനസ്തീഷ്യക്ക് എന്താണ്? എങ്ങനെയാണ്? അത് കൂടുതൽ സമയമെടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണല്ലോ. അതെ. എത്ര മണിക്കൂർ എടുക്കാറുണ്ട് സാധാരണ? നമുക്കിപ്പം ഏകദേശം രാവിലെ ഒരു 8 മണിക്ക് നമ്മള് അനസ്തീഷ്യ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല്, പേഷ്യന്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷനും കഴിഞ്ഞ് ഐസിയുവിൽ എത്തുമ്പഴത്തേക്ക് വൈകുന്നേരം ഒരു 4:30, 5 മണി. അപ്പോൾ ഒരു ഏകദേശം 10 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ എടുക്കാം. റെസിപ്പിയന്റിന് എടുക്കാം. റെസിപ്പിയന്റ് അതായത് റെസിപ്പിയന്റിന് നമ്മള് ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റ് റിസീവ് ചെയ്യുന്ന ആൾക്ക്. റിസീവ് ചെയ്യുന്ന വ്യക്തി. അതുപോലെ ഡൊണേറ്റ് ചെയ്യുന്ന ഡോണർ സർജറിക്ക് ഒരു 8 മണിക്ക് തൊട്ട് അതൊരു 6 മണിക്കൂർ. ഉം, ഉം. 6 തൊട്ട് 7 മണിക്കൂർ വരെ എടുക്കാവുന്നതാണ്. അപ്പം ഈ അനസ്തീഷ്യ പണ്ട് ഉള്ള അനസ്തീഷ്യ അപേക്ഷിച്ച് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണല്ലോ. നമുക്കിത് അനസ്തീഷ്യ ചെയ്യുമ്പോ നമ്മള് മരിച്ചു പോവോ? ഇനി നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുവോ? എന്നുള്ള പിന്നൊന്നും അറിയത്തില്ലല്ലോ. നമ്മള് മയങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഇതിനുള്ള ഒരു 10 മണിക്കൂറൊക്കെ ഉള്ള ശസ്ത്രക്രിയക്കുള്ള അനസ്തീഷ്യ ഇപ്പൊ എത്രത്തോളം സേഫ് ആണ്? സുരക്ഷിതമാണ്? ഇന്നിപ്പോ നമുക്ക് ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് വന്നിട്ടുണ്ട് അനസ്തീഷ്യയില്. ഡിവൈസസ് എന്ന് ഉദ്ദേശിച്ചത്? ഇപ്പൊ നമുക്ക് മോണിറ്ററിംഗ് തന്നെ ഇപ്പൊ മുമ്പ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗിനായിട്ട് കയ്യിൽ ബിപി കഫ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഉം. ഇപ്പൊ നമ്മുടെ രക്തക്കുഴലിനകത്തുനിന്ന് നേരിട്ടാണ് ബിപി അപ്പൊ മോണിറ്ററിംഗ്. ഈ ഇൻട്രാ ആർട്ടീരിയൽ ബിപി അതായത് നമ്മുടെ രക്തക്കുഴലിൽ ചെറിയൊരു അതെ. ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് വെച്ചിട്ട് ഓരോ ഹാർട്ട് ബീറ്റിന്റെയും ബിപി നമുക്ക് അപ്പൊ അത് ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ? ആക്യുറേറ്റ് ആയിരിക്കും. മറ്റേ ബിപി എന്ന് പറയുമ്പോൾ എവരി 3 മിനിറ്റ്സ് ആയിരിക്കും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വരുന്ന വ്യതിയാനങ്ങൾ നമ്മൾ അറിയില്ല. വ്യതിയാനങ്ങളാണ്. ഇത് ഓരോ ഹാർട്ട് ബീറ്റിന്റെയും ബിപി എഴുതി കാണിക്കും. അപ്പൊ ആ ബിപി മോണിറ്ററിംഗ് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ആക്യുറേറ്റ് പറ്റും. ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സർജറിയാണ്. അപ്പം മൊത്തത്തിലുള്ള ശരീരത്തിലുള്ള ബ്ലഡിന്റെ വോളിയം അത് കുറയാനും കൂടാനും ബ്ലഡിലുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ബ്ലഡ് വോളിയത്തിന്റെ ഒരു എമൗണ്ട് അറിയാനായിട്ട് സിവിപി, അതുപോലെ കാർഡിയാക് ഔട്ട്പുട്ട് മോണിറ്റർ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ലങ്സിൽ ഓക്സിജൻ സാച്ചുറേഷൻ, ലങ്സിൽ എത്രത്തോളം ഓക്സിജൻ ചെല്ലുന്നു, ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ ചെല്ലുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രേസ് ചെയ്യാനുള്ള എബിജി മോണിറ്ററിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് അതെല്ലാം നമുക്കൊരു ഇതുപോലൊരു ദീർഘമായിട്ടുള്ള ശസ്ത്രക്രിയ ആകുമ്പം അതിൽ കണ്ടിന്യൂസ്ലി അത് മോണിറ്റേർഡ് ആണല്ലേ? കണ്ടിന്യൂസ്ലി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതൊക്കെ കുറെയൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ നടക്കുന്നതല്ലേ? അതെ. അതായത് മോണിറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ വാല്യൂസ് കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും വ്യതിയാനം വന്നാല് അത് ഡോക്ടർ അപ്പൊ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ ഒരു അലാം മോണിറ്ററിൽ ഇത് അലാർം അടിക്കും. നമ്മളത് ശ്രദ്ധിക്കപ്പെടും. അതായത് ശ്രദ്ധിക്കും. നമ്മളിപ്പോ ഒരു ഡോക്ടർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഇല്ല അല്ലേ? ഇല്ല, ഇല്ല. ഇല്ല. തീർച്ചയായിട്ടും നമ്മളിപ്പം ഈ പൈലറ്റിലൊക്കെ എയർക്രാഫ്റ്റിലൊക്കെ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന പോലെ ഉം. ഇതൊരു നല്ല മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലാണല്ലോ ഈ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. അതെ. 2 ഇതിനൊക്കെ കൊടുക്കുന്ന മരുന്നുകള് ഉം. അത് എത്രത്തോളം ഒക്കെ അതില് പുരോഗമനം ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്? ഇന്നിപ്പോ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ഷോർട്ട് ആക്ടിങ്, അതായത് ഇപ്പം മുമ്പ് കൊടുക്കുന്നതിനേക്കാളും കുറെ കൂടെ പെട്ടെന്ന് ആക്ഷൻ നിർത്താൻ പറ്റുന്നതാണ്. നിർത്താൻ പറ്റുന്ന മരുന്നുകളാണ്. അതായത് പെട്ടെന്ന് ആ നമ്മള് രോഗിയെ അതെ. ബോധത്തിലോട്ട് നമ്മള് കൊണ്ടുവരാനും ഉണർത്താനും പറ്റുന്ന ഉണർത്താനും രീതിയിൽ. കാര്യങ്ങളും. പണ്ടൊക്കെ എനിക്ക് എൻ്റെ ഒത്തിരി സമയമെടുത്തിട്ടാണ് രോഗി അതെ. പിന്നെ ഈ മയക്കം വിടുന്നത്. അതെ, അതെ. പിന്നെ കിഡ്നി മുതലായ ലങ്സിനും ഒക്കെ പാർശ്വഫലങ്ങളും അതിന്റെ ഡിപ്രഷനും ഒക്കെ കുറവുള്ള മരുന്നുകളാണ് ഇന്നിപ്പം ഓവർ ദ ടൈം ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പ്രധാനമായിട്ടും ഈ ശസ്ത്രക്രിയക്ക് അനസ്തീഷ്യ കൊടുക്കുന്നത് ഉം. ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് അനസ്തീഷ്യ എപ്പളും ജനറൽ അനസ്തീഷ്യ എന്ന വിഭാഗത്തിലല്ലേ? അതെ, അതെ. അതായത് നമ്മള് ഫുൾ ബോധം ഇല്ലാതെ ആ, നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസം നൽകി ആ, ഹൃദയം എല്ലാം മോണിറ്റർ ചെയ്ത് അതെ, ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ. അതെ. അപ്പൊ അതില് ഈ രോഗിക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ കാണുമോ ഇതിന്റെ? അതായത് ബേസിക്കലി നമ്മള് പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ഉം. നമ്മളൊരു കാനുല ഇടുന്നു. അതിനകത്തൂടെ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡ്രിപ്പിനകത്തൂടെ തന്നെ ഉറങ്ങാനുള്ള മരുന്നുകൾ കൊടുക്കുന്നു. ഉം, ഉം, പിന്നെ ആൾ ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറക്കത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് പുള്ളിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡെപ്തിലേക്കാണ് ബ്രെയിൻ പോകുന്നത്. ഉം. അപ്പൊ നമ്മള് പുള്ളീനെ അനസ്തീഷ്യ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് പുള്ളിയുടെ ശ്വാസോച്ഛ്വാസം മെഷീൻ അനസ്തറ്റിസ്റ്റ് വഴി ആണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഉം. അപ്പൊ പിന്നെ അതുപോലെ നമ്മളിപ്പം ബിസ് എന്ന് പറഞ്ഞൊരു പുതിയ മോണിറ്റർ ഉണ്ട്. അതായത് അനസ്തീഷ്യയുടെ ഡെപ്ത് എത്രത്തോളം അറിയാൻ പറ്റുന്നത്. അറിയാൻ പറ്റുന്ന ഒരു മോണിറ്റർ, ബിസ് മോണിറ്റർ ഉണ്ട്. അത് നമ്മൾ ഓക്കെ. യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവയർനെസ് എന്ന് പറഞ്ഞ സാധനം അനസ്തീഷ്യയില് റെയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മള് അങ്ങനെ ഒരു അവയർനെസ് എന്ന് പറഞ്ഞൊരു സാധനം വളരെ റെയർ ആയിട്ട് വരാം.
ഉം, പക്ഷെ ഉം. ഇന്ന് അത് നമ്മൾ പലപ്പോഴും ഈ കൊടുക്കുന്ന മരുന്നുകൾ ഏൽക്കാതെ ആവുകയും, അല്ലെങ്കിൽ ഒരുപാട് നാൾ ഇങ്ങനത്തെ ഓപ്പിയോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കും അങ്ങനെയൊക്കെ വരുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ ഇന്നത്തെ മോണിറ്ററിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഒരിക്കലും ഓപ്പറേഷൻ സമയത്ത് അവയർനെസ് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. വെരി റെയർ ഇൻസിഡന്റ് ആണ്. പക്ഷേ ഇപ്പം നമ്മളിപ്പം ഈ ചെറിയ സ്പൈനൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന പ്രൊസീജിയറിലെല്ലാം, ഉം. അതായത് നമ്മൾ നട്ടെല്ലില് മരപ്പിച്ചിട്ട് കാലിലുണ്ടാകുന്ന പ്രൊസീജിയർ, സിസേറിയൻ അതുപോലെയുള്ളതിലൊക്കെ ഓർമ്മ പോകുന്നില്ലല്ലോ ഇല്ല, അല്ലേ? പോകുന്നില്ല. അപ്പൊ അതില് ശരിക്കും രോഗി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെ. നമ്മൾ ചെറിയൊരു സെഡേഷൻ കൊടുക്കുക. ഒരു പകുതി മയക്കത്തിലായിരിക്കും. പക്ഷെ ഉം. നമുക്ക് ഉണർത്താൻ പറ്റും. അപ്പം ഡോക്ടർ വിനീതിന്റെ അനുഭവത്തിൽ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ഇത്തരത്തില് ഇപ്പം പണ്ടൊക്കെ നമ്മളിങ്ങനെ ഈ അനസ്തീഷ്യയിലേക്ക് മയങ്ങി വീഴുന്ന സമയത്ത് അവരൊരു ഹാലുസിനേറ്റ് ചെയ്യുക, ആ. അവര് എന്തെങ്കിലും അങ്ങനെയൊക്കെ അനുഭവം ഇപ്പൊ ഉണ്ടാകാറുണ്ടോ? അനുഭവങ്ങളുണ്ട്. ഈ ചിലപ്പോൾ ഡ്രഗ് അബ്യൂസും അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സെഡേറ്റീവ്സ് കൊടുക്കുമ്പോഴത്തേക്കിന് ഉം, ഉം. അപ്പൊ എനിക്കൊരിക്കൽ ഒരു അനുഭവമുള്ള ഒരു ഫോർട്ട് കൊച്ചിയിൽ ഒരു പേഷ്യന്റ് വന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ഡ്രഗ് അബ്യൂസിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞായിരുന്നു. ഉം, ഉം. അപ്പൊ അവന് സെഡേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി ആകെ സ്പൈനൽ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സെഡേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ശരിക്കും ആ ഒരു ഹാലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഉം, ഉം. അപ്പൊ എന്താ പുള്ളി എടുത്തോണ്ടിരുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഉം. പക്ഷെ അത് വേഗ് ഹിസ്റ്ററിയാണ്. പുള്ളി വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കി ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും എടുക്കുന്നില്ല. പക്ഷെ നമുക്ക് അവനെ കണ്ടാൽ അറിയാം. കയ്യിലൊക്കെ സിറിഞ്ച് മാർക്കിങ്, മാർക്കുകൾ. സിറിഞ്ച് മാർക്കിങ് പക്ഷെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ചിലപ്പോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാറില്ലേ? ഈ ഹാലുസിനേറ്റ് ചെയ്യുമ്പം അവർക്ക് അവിടെ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ശ്രദ്ധിച്ചു ഇതിലൊക്കെ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയില്ല. വരാൻ സാധ്യതയുണ്ട്. ഉണ്ട്. അപ്പം ശരിക്കും ഇതെല്ലാം നമുക്കൊരു പരിധിവരെ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ ഈ അതെ, അതെ. അനസ്തീഷ്യയില്? നമ്മൾ അനസ്തീഷ്യ സമയത്ത് വ്യക്തമായിട്ട് ഇന്നതാണ് അനസ്തീഷ്യ, അതിലിങ്ങനെയാണെന്നുള്ളത് അനസ്തീഷ്യ കാണുന്ന സമയത്തും പറയാറുണ്ട്. അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുമ്പേ തിയേറ്ററിൽ വെച്ച് അവരെപ്പോഴും കുറച്ച് നെർവസ് ആയിരിക്കും. ഉം, അപ്പൊ ഉം. നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഒന്ന് ശാന്തമാക്കി വ്യക്തമാക്കി പറഞ്ഞിട്ടാണ് അനസ്തീഷ്യ കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഈ ബ്രെയിൻ സർജറി ഇപ്പം ഈ അവേക്ക് ക്രേനിയോട്ടമി എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനവും അത് ഇപ്പം നമ്മൾ ആശുപത്രിയിലെ രാജകീയത്തിലൊക്കെ നമ്മൾ ചെയ്തതാണല്ലേ ചെയ്യുന്നുണ്ട്. അല്ലേ? അതെ, അവേക്ക് അതെ. ക്രേനിയോട്ടമി. അതായത് ഉണർന്നിരിക്കുന്ന ഒരു സംസാരിക്കുന്ന വ്യക്തിയുടെ തല തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ലെവൽ വരെ ആ നിലവാരം വരെ നമ്മൾ എത്തിയിട്ടുണ്ടല്ലേ? അതെ, അതെ. അത് പ്രധാനമായിട്ടും അതിന്റെ അതൊന്ന് നമ്മൾ അതിനകത്ത് സർജറി, അതായത് ഓപ്പറേഷൻ ബ്രെയിനിന്റെ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബിസ് മോണിറ്ററിംഗ് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഉം. അത് കഴിഞ്ഞിട്ട് സർജൻ നമ്മളെ ഇന്റിമേറ്റ് ചെയ്യും. ഒരു അരമണിക്കൂറിനുള്ളിൽ ആളൊന്ന് മ- ഉണർന്ന് ഓ, വരുന്ന പുള്ളി നമ്മളോട് സംസാരിക്കണം. അതായത് അതായത് ഏതെങ്കിലും ഭാഗത്തിന് കേട് സംഭവിക്കുന്നുണ്ടോ? വന്നിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഈ റിസെക്ട് ചെയ്യുന്ന ട്യൂമറൊക്കെ ആ, കറക്റ്റ് അതിൽ കൂടുതൽ പോകുന്നുണ്ടോ എന്ന് അതെ. അതെ. അദ്ദേഹത്തിന്റെ ഓർമ്മ കൂടി വിലയിരുത്തിയതിന് ശേഷം ശേഷം ശസ്ത്രക്രിയ പിന്നെ തുടരുന്ന ആ ഒരു അതെ, രീതി. കൈയിന്റെയും കാലിന്റെയും മൂവ്മെന്റ് ഉം, ഉം. അതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അതൊക്കെ ഇപ്പം നമ്മള് ചെയ്യാൻ വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുന്നതാണോ? അതോ അവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണോ? സർജന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യ സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കും. അപ്പൊ അവര് നമ്മളോട് പറയുന്നതനുസരിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് അവേക്കാക്കണം. അവേക്ക് ആക്കി തരണം, നല്ല ഒരു 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പീരീഡിൽ ഉം, ഉം. പയ്യെ ഇതിന്റെ ഡെപ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന്, എന്നിരുന്നാലും ഒരു ബേസ് ലൈൻ സെഡേഷൻ ഉണ്ടാവും, കംഫർട്ടബിൾ സെഡേഷൻ ഉണ്ടാവും. ഉം, ഉം. പക്ഷെ നമ്മൾ ആ സമയത്ത് തട്ടി വിളിച്ചിട്ട് കൈ മടക്കൂ, കാല് മടക്കൂ എന്ന് അല്ലെങ്കിൽ കൈ അനക്കൂ, നാക്ക് നീട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്യാറുണ്ട്. അതൊരു അപ്പൊ ഭയങ്കര നേർത്ത ലൈനാണ് അതിനകത്തൂടെ. അപ്പൊ ഈ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അനസ്തീഷ്യ ഒരു എന്തെങ്കിലും ആ സമയത്ത് മരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു മോണിറ്ററിങ്ങിന്റെ സാധ്യത കുറയുന്നോണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതായത് പലപ്പോഴും ഉള്ളത് അനസ്തീഷ്യയിൽ ഏറ്റവും പ്രധാനം അതിന് മുന്നത്തെ ഇവാലുവേഷൻ ആണ്. ഉം, ഉം. പേഷ്യന്റ് PAC, അതായത് അനസ്തീഷ്യ പ്രീ ക്ലിനിക്കിൽ അനസ്തെറ്റിക് വരുമ്പോൾ ചെക്കപ്പ്. നമ്മൾ ചെയ്യുന്ന ECG, എക്കോ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം വ്യക്തമായിട്ട് ചെയ്ത് ഉം. അതിനകത്ത് തന്നെയാണ് സേഫ്റ്റിയുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ സമയത്ത് നമ്മളെ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ എല്ലാ ടെസ്റ്റും എല്ലാം ഓക്കെ ആണെങ്കിലും കൂടി അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സഡനായിട്ട് ഇപ്പൊ കീ ഹോൾ സർജറിയുടെ സമയത്ത് അല്ല അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ഹാർട്ട് റേറ്റിന് വ്യതിയാനം വരിക, BPക്ക് വ്യതിയാനം വരിക, അങ്ങനെയുള്ള കാർഡിയക് അറസ്റ്റ് സംഭവിക്കുക, പ്രത്യേകിച്ച് റീസൺ ഇല്ലാതെ പോലും വരാനുള്ള വളരെ റെയർ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് എല്ലാ അനസ്തറ്റിസ്റ്റിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഈ തീർച്ചയായിട്ടും പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന ഒരിതുണ്ട്. എന്തിനാണ് ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരിശോധനകൾ ചെയ്യുന്നത്? അല്ലേ? പലപ്പോഴും. അപ്പം അതിന്റെ ഗൗരവം ശരിക്കും എല്ലാവരും അതെ, അറിഞ്ഞിരിക്കേണ്ടതാണല്ലേ? അതെ. ഇപ്പം നമ്മളൊരു മയങ്ങിപ്പോകുന്ന ആ ഒരു അവസ്ഥയില് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒത്തിരി പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. അപ്പം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് എല്ലാ അവയവങ്ങളും കൃത്യമായിട്ടാണോ? പലപ്പോഴും പലരും അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പലപ്പോഴും അസുഖത്തിന്റെ കാര്യം പോലും ഫുൾ അനസ്തേഷ്യത്തിനോട് പറയാറില്ല. അപ്പൊ ശരിക്കും തുറന്നെല്ലാം പറയണമല്ലേ? നമുക്ക് എല്ലാം എന്തെങ്കിലും എല്ലാം ധരിക്കുന്ന മരുന്നുകള്. എല്ലാം തുറന്ന് പറയണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹാലുസിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഉം. മരുന്നുകളുടെ ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പൊ അവർ ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ഡ്രഗ് അബ്യൂസ് അതൊരു ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് നിർഭാഗ്യവശാൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണല്ലോ അല്ലേ? ഈ അതെ, ഡ്രഗ് അബ്യൂസ്. ഒത്തിരി പേര് ഇപ്പൊ ഡ്രഗിലാണ്. അപ്പൊ ചെയ്യുന്നുണ്ട്. അത് പറയാതെ വന്നാൽ അനസ്തെറ്റിക് ഡ്രഗുമായിട്ടുള്ള ഇന്ററാക്ഷൻ പലപ്പോഴും
പ്രശ്നമുണ്ടാക്കാൻ. പ്രശ്നമുണ്ടാവും. ചിലർക്ക് എത്ര കൊടുത്താൽ റിക്വയർമെന്റ് കൂടും. ചിലപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ഹാലുസിനേഷൻ പോലെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾക്കിപ്പോ തന്നെ ഇപ്പൊ ഈ പോസ്റ്റ് കോവിഡ് കാർഡിയാക് അറസ്റ്റ് ഇപ്പൊ ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം യങ്സ്റ്റേഴ്സ് മരിക്കുന്നു. ഓടിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ട്രെസ് നമുക്ക് അനസ്തീഷ്യ പ്രത്യേകിച്ച് ഒരു അസുഖമില്ലാതെ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അയാൾക്ക് ഇൻഹറന്റ് ആയിട്ട് ഹാർട്ടിൽ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന മയോകാർഡൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ അങ്ങനെയുള്ള ഒരു പരിധി വരെ നമുക്ക് വ്യക്തമായ അനസ്തീഷ്യയുടെ ടെസ്റ്റുകൾ വഴി അപ്പോൾ അതുകൊണ്ടാണ് ഇവരോടും കാർഡിയോളജി കാണാനും ലങ്സിന്റെ ഡോക്ടറെ കാണാനും എല്ലാം ആ, പറയുന്നത്. ഇപ്പം അതുപോലെ ഇപ്പൊ ഈ റോബോട്ടിക് ഡോണർ, അതായത് ഡോണറുടെ ലിവർ എടുക്കുന്നത് റോബോട്ടിക് ആവുമ്പോൾ അനസ്തീഷ്യയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അതില്? അനസ്തീഷ്യ നമ്മൾ എപ്പിഡ്യൂറൽ ഇടുന്നതിൽ അത് വേദന പൊതുവെ കുറവാണ് റോബോട്ടിക്കിന്. ഓക്കെ. കാരണം മറ്റതുപോലെ ഈ വയറ് ഇതൊക്കെ തുറന്നിട്ടുള്ള സർജറി ഇത്രയും വലിയ അല്ലാത്തതുകൊണ്ട് മുറിവില്ലാത്തതുകൊണ്ട്. മുറിവില്ലാത്തതുകൊണ്ട് വേദന കുറവാണ്. അപ്പം വേദനാ സംഹാരികളുടെ അളവ് കുറവാണ്. ഉം. അതർവൈസ് അനസ്തീഷ്യ വയസ്സ് വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല. സമയം ഒരല്പം കൂടെ തുറന്നെടുക്കുന്നതിനേക്കാൾ അല്പം കൂടെ കൂടുതൽ എടുക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഈ ഇത് സർജറിക്ക് ശേഷം നമുക്ക് ഈ പെയിൻ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് സാധാരണ ഒരു അനസ്തെറ്റിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ അതായത് 3 രീതിയിലാ. ഒന്ന് നമുക്ക് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് നട്ടിൽ നമ്മളിപ്പം വേദനയില്ലാത്ത പ്രസവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്വർടൈസ്മെന്റ് പല ഹോസ്പിറ്റലിലും ചെയ്യുന്ന പോലെ അതായത് നട്ടലിന്റെ വെളിയിലായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിനകത്ത് നൂല് പോലത്തെ ഒരു ട്യൂബ് ഇട്ട് വെക്കും. ആ ട്യൂബിനകത്തൂടെ മരവിപ്പിക്കുന്ന മരുന്നുകൾ അവർ നമുക്ക് 5 ദിവസം വരെയും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ടാർഗറ്റഡ് ആയിട്ട് വയറ് അല്ലെങ്കിൽ അതിന്റെ കാല് ഏതാന്ന് വെച്ചാൽ പക്ഷെ അപ്പൊ നമുക്ക് ബലക്കുറവ് അനുഭവപ്പെടുവോ കാലിന്? ഈ കൊടുക്കുന്ന മരുന്നുകൾക്ക് എമൗണ്ട് കൂടുമ്പം വിലക്കുറവ് അനുഭവപ്പെടാം. അത് നമ്മൾ ടൈട്രേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ടൈട്രേറ്റ് ചെയ്ത് വേദന പലർക്കും കുറയ്ക്കാനുള്ള ആ ലെവലിലും വരെ മാത്രം ആ കൊടുക്കണം. ലെവലിൽ വരെ മാത്രം ഉള്ളതുണ്ട്. പിന്നെ ബാക്കിയുള്ള മരുന്നുകൾ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഉം. അതിൽ തന്നെ ഒപ്പിയോയിഡ്സ്, അതായത് ശക്തി കൂടിയതല്ലാത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പാരസെറ്റമോളും ട്രമഡോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്നില്ലെങ്കിൽ പിന്നെ ഈ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള. സ്ട്രോങ്ങർ ആയിട്ടുള്ള അപ്പൊ ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് നമ്മുടെ പെയിൻ വളരെ കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട് അല്ലേ? ഇന്നുണ്ട്. ഇന്ന് നമുക്ക് പെയിൻ അബ്സല്യൂട്ട്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇല്ലാതെ എല്ലാവരുടെയും വലിയൊരു പേടിയാണല്ലോ, ഇത്രയും വലിയൊരു മുറിവ് വന്നാൽ പെയിൻ അതെ സഹിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ അതെ അതെ. ബുദ്ധിമുട്ട്. ഇന്നത്തെ മരുന്നുകളിലും എല്ലാം വെച്ചിട്ട് നമുക്ക് ഇന്ന് പഴയ പോലെ പണ്ടെന്ന് വെച്ചാൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും ഉം, ഉം, ഉം. എന്നുള്ളൊരു ഇതാണ്. ഇന്നിപ്പം നമുക്ക് അത് അഗ്രസീവായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഉം, ഉം, ഉം. ഇപ്പൊ നല്ലൊരു ICU കെയറും കാര്യങ്ങളും ഇതെല്ലാം നഴ്സിംഗ് കെയറും എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് പെയിന്റെ കാര്യത്തിൽ പെയിൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ പറ്റുന്നുണ്ട്. ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞാൽ പെയിൻ ഭയങ്കര ഇപ്പൊ യൂഷ്വലി ഇവർ നടക്കുകയും മറ്റും ചെയ്യുമ്പോഴാണ് കൂടുതൽ ഉം, ഉം. വേദന വരുന്നത്. പക്ഷെ നടക്കാതിരിക്കാനും പറ്റില്ല. ഇപ്പൊ സത്യത്തിൽ ഏതൊരു ചികിത്സാ വിഭാഗത്തെ അപേക്ഷിച്ചും ഏതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി അപേക്ഷിച്ചും അനസ്തീഷ്യയാണ് ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നമ്മുടെ ജീവൻ മറ്റൊരു ഡോക്ടറെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അല്ലേ? അതെ അതെ ഇതുപോലെ വിശ്വസിച്ച് നമ്മുടെ ആ ഡോക്ടറുടെ പൂർണ്ണ വിശ്വാസത്തെ മാത്രമാണ് നമ്മുടെ ജീവൻ ഏൽപ്പിക്കുന്നത് അല്ലേ? ജീവൻ പിടിച്ചോളൂ, ഞാൻ ഡോക്ടർ തിരിച്ച് സർജറി കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്ന പോലെ മാത്രമാണ് അല്ലേ? വേറൊരു വ്യക്തിയുടെ പുറത്ത് ഉള്ളൊരു കൺട്രോൾ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ഏറ്റവും കൂടുതൽ അനസ്തെറ്റിസ്റ്റിനാണ് തോന്നുന്നത്. ഒരാളുടെ ഹൃദയമിടിപ്പും ബിപിയും ഓക്സിജൻ ലെവലും അയാളുടെ ഓർമ്മയും എല്ലാം വേദനയും എല്ലാം ഇങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് നമുക്ക് വേറൊരു വ്യക്തിയുടെ പുറത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അനസ്തീഷ്യ മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ.